ഹായ് എവറി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. മാനേജ്മെന്റ് സയൻസ് എന്ന സബ്ജക്ട് നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇൻവെന്ററി കൺട്രോൾ ഓർ ഇൻവെന്ററി മാനേജ്മെന്റ് എന്നുള്ളതാണ് ഈ ടോപ്പിക് എന്ന് പറയുന്നത്. സോ നമ്മൾക്കറിയാം, ഇതിന്റെ മുന്നിലത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളുടെ ഇൻവെന്ററി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാണല്ലേ. സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം ആയിട്ട് വരുന്നത് EOQ എന്നുള്ളതാണ്, അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് പ്രോബ്ലം ആയിട്ട് വരുന്നത്. ദെൻ അതിനുശേഷം അതിന്റെ കുറച്ച് ടേംസ് വരുന്നുണ്ട്. ദെൻ ഇൻവെന്ററി കൺട്രോൾ, ഇൻവെന്ററി മാനേജ്മെന്റ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ. ഇൻവെന്ററി മേ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ്, കമോഡിറ്റീസ് ഓർ അതർ എക്കണോമിക് റിസോഴ്സസ് ദാറ്റ് ആർ സ്റ്റോർഡ് ഓർ റിസർവ്ഡ് അറ്റ് എനി ഗിവൻ പോയിന്റ് ഓഫ് ദ ടൈം ഫോർ ദ പർപ്പസ് ഓഫ് സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് റണ്ണിംഗ് ഓഫ് ബിസിനസ് അഫയേഴ്സ് എന്നുള്ളതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. ദെൻ ഓൾസോ ദ ഇൻവെന്ററി ഇൻക്ലൂഡ് ദ റോ മെറ്റീരിയൽ സ്റ്റോർ ഫോർ producing goods, semi-finished goods and finished goods, awaiting shipping from the factory, etc. എന്നുള്ളതൊക്കെയാണ് ഇൻവെന്ററിയിൽ ഇൻക്ലൂഡ് ആവുന്നത്. ദെൻ അതേപോലെ തന്നെ the term inventory may be derived from two classes that we know, that is the direct inventory and the indirect inventory. In direct inventory include those items which play the direct role in the manufacture and also become an integral part of the finished goods, that is called the direct inventory. The direct inventories include the raw material, work in progress, then the finished goods of inventories. Then the second part is indirect inventory. Indirect inventory means it includes those items which are necessary for the manufacturing but do not become the component of the finished product, such as the lubricant, grease oils, petrol, etc. സോ ഇതാണ് നമ്മുടെ ഇൻവെന്ററി എന്നുള്ള കൺസെപ്റ്റിൽ വരുന്നത്. ഇത് നമ്മൾക്ക് അറിയാലോ. സോ അതാണ് കൂടുതൽ എക്സ്പ്ലനേഷനിലോട്ട് പോവാത്തത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. സോ ഈ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്ലാൻഡ് അപ്രോച്ച് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ അസർട്ടൈനിങ് വെൻ to order, how much to order and how much to stock, so that consists involved in buying and storing are optimally minimum without interrupting production ഓർ എഫക്റ്റിംഗ് സെയിൽസ് എന്നുള്ളതാണ് ഈ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് പ്രോബ്ലംസ് വെച്ചിട്ടാണ് നമ്മൾക്ക് വരുന്നത്. ഒന്ന് വന്നിട്ട് വെൻ ഷുഡ് ആൻ ഓർഡർ ബി പ്ലേസ്ഡ്, അതേപോലെ തന്നെ ഹൗ ഷുഡ് ബി ആൻ ഓർഡർ എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും ഈ ഇൻവെന്ററി കൺട്രോൾ എന്ന് പറയുന്നത്. സോ ഈ ഇൻവെന്ററി കൺട്രോളിൽ വന്നിട്ട് എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറിംഗിലായിട്ടുള്ള ഒരു പോസിബിലിറ്റീസ് വന്നിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഈ ടേംസ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമുക്ക് പഠിക്കാൻ വരുന്നത് ആദ്യത്തെ ഹോൾഡിംഗ് കോസ്റ്റ് എന്താണ് എന്നുള്ളതാണ്. സോ ഈ ഹോൾഡിംഗ് കോസ്റ്റ് ഓർ ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റ് എന്ന് കൂടി പറയുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് ദ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ക്യാരിങ് ഓർ ഹോൾഡിംഗ് ദ ഗുഡ്സ് ഇൻ സ്റ്റോക്ക് ഈസ് നോൺ ആസ് ഹോൾഡിംഗ് കോസ്റ്റ് എന്നുള്ളതാണ്. ഇതൊക്കെ ഇതിന്റെ കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലേ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അതേപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് ദ സൈസ് ഓഫ് ദ ഇൻവെന്ററി ആസ് വെൽ ആസ് ദ ടൈം വെൻ ദ ടൈം ഇൻ ഹെൽഡ് ഇൻ സ്റ്റോക്ക്. അതേപോലെ തന്നെ ഹോൾഡിംഗ് കോസ്റ്റിൽ എന്തൊക്കെയാ വരിക? ഹോൾഡിംഗ് കോസ്റ്റിൽ വരുന്നതാണ് ഇൻവെസ്റ്റർ ക്യാപിറ്റൽ കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്, ഹാൻഡ്ലിംഗ് കോസ്റ്റ്, സ്റ്റോറേജ്, ഡിപ്രീസിയേഷൻ, ടാക്സ് ആൻഡ് ഇൻഷുറൻസ്, സാൽവേജ്, ഇതെല്ലാം വന്നിട്ട് നമ്മളുടെ ഹോൾഡിംഗ് ഓർ ഇൻവെന്ററി ക്യാരിങ് കോസ്റ്റിൽ വരുന്നതാണ്. ദെൻ സെറ്റപ്പ് കോസ്റ്റ്, ഓർഡർ കോസ്റ്റ് ഓർ എക്വിസിഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്ന ഇതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ഈ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? വിത്ത് ഒബ്റ്റൈനിങ് ഗുഡ്സ് ത്രൂ പ്ലേസിംഗ് ഓഫ് ആൻ ഓർഡർ ഓർ പർച്ചേസിംഗ് ഓർ മാനുഫാക്ചറിംഗ് ഓർ സെറ്റിംഗ് അപ്പ് എ മെഷീനറി ബിഫോർ സ്റ്റാർട്ടിംഗ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ സെറ്റപ്പ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആ പേരിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ ഈ സെറ്റപ്പ് കോസ്റ്റിൽ വരുന്നതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ചെക്കിംഗ് സപ്ലൈസ്, ദെൻ അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെന്റ്, കൺസംഷൻ, സ്റ്റേഷനറി, പോസ്റ്റേജസ്, ടെലിഫോൺ എന്നുള്ള കുറെ കാര്യങ്ങളോട് നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തതാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ റൈറ്റ് ക്വാണ്ടിറ്റി ടു ഓർഡർ ഈസ് ദാറ്റ് വിച്ച് ബാലൻസ് the cost related to the number of order against the cost related to the size of the order placed. അതായത് എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്യണത് അത് എത്രത്തോളം വേണം എന്നതിനനുസരിച്ച് ഏത് പ്ലേസിലാണോ പ്രൊഡ്യൂസ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് അതിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യുന്നതാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എത്രത്തോളം നമുക്ക് കോസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അതിന്റെ ബേസിസിൽ നമുക്ക് റിസൾട്ട് എടുക്കാൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. അതായത് ലീഡ് ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തു, അതേപോലെ തന്നെ ഇന്ന് ഓർഡർ ചെയ്തു, മറ്റന്നാൾ അത് ഡെലിവറി ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ആ രണ്ടും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ടൈം ബിറ്റ്വീൻ ദ പ്ലേസ്മെന്റ് ഓഫ് ആൻ ഓർഡർ ആൻഡ് ആക്ച്വൽ അറൈവൽ ഇൻ ദ ഇൻവെന്ററി ഈസ് നോൺ ആസ് ലീഡ് ടൈം എന്നാണ് ഇതിന് പറയുന്നത്.
ദെൻ നെക്സ്റ്റ് വരുന്നത് റീഓർഡർ ലെവൽ എന്നുള്ളതാണ്. റീഓർഡർ ലെവൽ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ പോയിന്റ് ഫിക്സഡ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം സ്റ്റോക്ക് ലെവൽ. മാക്സിമം സ്റ്റോക്കും മിനിമം സ്റ്റോക്ക് ലെവലും തമ്മിലുള്ള ആ പോയിന്റ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് റീഓർഡർ ലെവൽ എന്ന് പറയുന്നത്. അറ്റ് വിച്ച് ടൈം ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഇൻടേക്ക് പർച്ചേസ് റിക്വയർമെന്റ്സ് എന്ന് കൂടി പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫ്രഷ് സപ്ലൈസ് ഓഫ് ദ മെറ്റീരിയലിന് വേണ്ടിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബഫർ സ്റ്റോക്ക് ഓർ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഈ ബഫർ സ്റ്റോക്ക് ഓർ സേഫ്റ്റി സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് പേരിലൂടെ തന്നെ അറിയാം, സേഫ്റ്റി സ്റ്റോക്ക്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു അഡീഷണൽ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ അഡീഷണൽ സ്റ്റോക്ക് നീഡഡ് ടു അലോ for delay in delivery or for any higher than expected demand that may arises during the lead time എന്നുള്ളതാണ് ഈ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ ഈ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഒപ്റ്റിമം ആയിരിക്കണം. സോ ഈ ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ഇസ് വെരി ലോ ആണെങ്കിൽ ദ ഇൻവെന്ററി ഹോൾഡിംഗ് കോസ്റ്റ് സ്റ്റോറേജ് വിൽ ബി ഒക്യൂർ ഫ്രീക്വന്റ്ലി ആൻഡ് ദ കോസ്റ്റ് ഓഫ് ഷോർട്ടേജ് മേ ബി ഹൈ ആയിരിക്കും. എന്ന് പറയുന്നത് ലാർജ് ആൻഡ് ഷോർട്ട് വിൽ ബി റയർ ആയിരിക്കും. അതേപോലെ തന്നെ ബട്ട് ദ ഇൻവെന്ററി കോസ്റ്റ് വുഡ് ബി ഹൈ. Then, so it is necessary to strike the balance between the cost of shortage and the cost of inventory holding to arrive at an optimum buffer stock എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് വരുന്ന കൺസെപ്റ്റുകളായിട്ട് വരുന്നത്. ഇതൊക്കെ ഇതിന് മുന്നിൽ നമ്മൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ജസ്റ്റ് ഇത് എന്താന്ന് മാത്രം പറഞ്ഞു പോയത്. ഓക്കെ. ദെൻ ഇഒക്യുടെ പ്രോബ്ലം. സോ ഇഒക്യുടെ പ്രോബ്ലം ഇത് വന്നിട്ട് ഇതിന്റെ മുന്നിലത്തെ എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഒരു 2 പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് ആദ്യം വരുന്ന പ്രോബ്ലം, എ ഫാക്ടറി റിക്വയർ 1500 യൂണിറ്റ്സ് ഓഫ് ആൻ ഐറ്റം പെർ മന്ത്, each costing rupees 27. The cost per order is rupees 150 and the inventory carrying charge work out to 20% of the average inventory. Find out the economic order quantity and the number of order per year. Would you accept a 2% price discount on a minimum supply quantity of 1200 NOS? Compare the total cost in the both the case എന്നുള്ളതാണ് നമ്മൾക്ക് പറയുന്നത്. സോ EOQ എന്നുള്ളത് നമ്മൾ ഇതിന്റെ മുന്നിൽ പഠിച്ച ഒരു കൺസെപ്റ്റ് ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സോ EOQ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് √2CO ഡിവൈഡഡ് ബൈ I എന്നുള്ളതാണ്. ഇതിന് പകരം √2AO ഡിവൈഡഡ് ബൈ C എന്നുകൂടി ഫോർമുല യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ യൂസ് ചെയ്തോളൂ. നമ്മളുടെ ബുക്കില് വേറെ എന്തൊക്കെയോ കുറെ ഫോർമുലാസ് ആണ്. LR40 ഞാൻ യൂസ് ചെയ്യുന്നത്. LR40 വേറെ എന്തൊക്കെയോ Dയും Cയും Hഉം വെച്ചിട്ട് കുറെ ഫോർമുലാസ് പറയുന്നുണ്ട്. കൺസെപ്റ്റ് സെയിം ആണ്, പക്ഷെ നിങ്ങൾക്ക് ഇത് പറയുന്ന സമയത്ത് ആൻസറൊക്കെ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. ഓക്കെ. സോ നമുക്ക് നോക്കാം. സോ നമുക്ക് ഫോർമുല അറിയാം, അതെന്താണ്, അതിന്റെ ഓരോ സിയും ഓവും ഐയും എന്താണുള്ളത് നമ്മൾക്ക് അറിയാലോ. സോ അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞ കൺസെപ്റ്റ് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾക്ക് നോക്കാം. നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? 2CO ഡിവൈഡഡ് ബൈ I എന്നുള്ളതാണ്. സോ നമുക്ക് ഫോർമുല എഴുതാം. 2 into C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്നത് കൺസംഷൻ എന്നുള്ളതാണ്. C എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 1500 ഐറ്റം പെർ മന്ത് എന്നുള്ളതാണ്. സോ ഈ മന്ത് എന്നുള്ളതിനെ നമ്മൾ എന്താക്കണം? ആനുവലി ആക്കണം. ആനുവലി ആക്കണമെങ്കിൽ ഇൻറ്റു 12 ചെയ്യണം. സോ 1500 ഇൻറ്റു 12 ചെയ്യുമ്പോൾ 18,000 ആണ് നമ്മൾക്ക് വരുന്നത്. ദെൻ O എന്ന് പറയുന്നത് ഓർഡറിംഗ് കോസ്റ്റ് ആണ്. ഓർഡറിംഗ് കോസ്റ്റ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ദ കോസ്റ്റ് പെർ ഓർഡർ ഇസ് 150 എന്നുള്ളതാണ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ √2 ഇൻറ്റു 18,000 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ I ആണ്. I എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് ആണ്. സോ നമ്മൾക്ക് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? പെർസെന്റേജ് ഓഫ് ദ ആവറേജ് ഇൻവെന്ററി. ആവറേജ് ഇൻവെന്ററിത്തെ 20% എന്നാണ് നമ്മൾക്ക് പറയുന്നത്. സോ നമ്മൾക്ക് കോസ്റ്റിംഗ് എത്രയാണെന്ന് പറയുന്നുണ്ട്? 27 ആണ്. ആ 27ന്റെ 20% ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ. 27ന്റെ 20% എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നതാണ് 5.4 എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്നത്. ഓക്കെ. 27ന്റെ 20% 5.4 എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ I നമ്മൾക്ക് കിട്ടി 5.4 എന്നുള്ളത്. ദെൻ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാം. 2 ഇൻറ്റു 18,000 ഇൻറ്റു 150 ചെയ്യുമ്പോൾ നമ്മൾക്ക് 54 lakh ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 5.4. ഇത് മൊത്തം റൂട്ടിലാണ് ചെയ്യേണ്ടത്. ദെൻ
റൂട്ടിൽ ചെയ്യുന്ന സമയത്ത് 54 lakh ഡിവൈഡഡ് ബൈ 5.4 ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര കിട്ടാം? 10 lakh ആണ് കിട്ടുന്നത്. 10 lakh റൂട്ട് എടുക്കുമ്പോൾ 1000 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾക്ക് EOQ എത്രയാണെന്നുള്ളത് നമ്മൾക്ക് അറിഞ്ഞു. ദെൻ EOQന് ശേഷം നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് 12,000 NOS വന്നിട്ട് 1200 NOS വന്നിട്ട് സപ്ലൈ ക്വാണ്ടിറ്റി ആയിട്ട് പറയുന്നുണ്ട്. അതിൽ 2% ഡിസ്കൗണ്ട് തന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് രണ്ടും, അതായത് ഇതിന്റെ മുന്നിൽ നമ്മൾ ചെയ്ത ആ ആൻസറും ഇപ്പൊ കിട്ടുന്ന ഈ ആൻസറും തമ്മിലുള്ള കമ്പാരിസൺ നടത്താനായിട്ടാണ് നമ്മൾക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് നമ്മൾക്ക് അറിയാം നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്താന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ ഓഫ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അതായത് ഈ 18,000 ഉണ്ടല്ലോ, 18,000 ഡിവൈഡഡ് ബൈ നമ്മുടെ EOQ എത്രയാണ് നമുക്ക് കിട്ടിയത്? 1000. അത് രണ്ട് ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ നമ്പർ ഓഫ് ഓർഡേഴ്സ് കിട്ടും. 18 ഇയേഴ്സ് ആണ് നമ്മൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ ഇതിൽ നിങ്ങൾക്ക് ഇന്നൊന്നും കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മളുടെ TC കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഈ TC കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരേണ്ട ഫോർമുലയാണ് ഈ സെയിം ഫോർമുലയിലെ ആ ഫോർമുലയിട്ട് നമ്മൾ ഡിവൈഡഡ് ബൈ I എന്ന് ചെയ്തില്ലേ, ആ ഡിവൈഡഡ് ബൈ I ചെയ്യുന്നതിന് പകരം ആ I മേലോട്ട് കൊണ്ടുപോകുക. അതായത് റൂട്ട് ഓഫ് 2COI എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, സോ ചെയ്യാം 2 into 18,000 into 150 into I മേലോട്ട് പോകുന്ന സമയത്ത് അതിന്റെ വാല്യൂ 5.4 ആണ്. അപ്പൊ നമ്മൾക്ക് അതാണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അതിലൊക്കെ റൂട്ടിൽ ചെയ്യാം. ഇതിന്റെ കൂടെ പ്ലസ് നമ്മളുടെ എന്താണ് കോസ്റ്റിംഗ് എത്രയുള്ളത്? 27 ആണ് കോസ്റ്റിംഗ് ഉള്ളത്. 27 into 18,000 കൂടി ചെയ്യാം. ഓക്കെ, 18,000 ചെയ്യുമ്പോഴായിരിക്കും കിട്ടുന്നത്. ഇത് ഫോർമുലയാണ്, ഈ TC കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഓക്കെ, ഈ റൂട്ടിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് 5,400 പ്ലസ് 4,86,000 ആണ് നമ്മൾക്ക് കിട്ടുന്നത്. അതായത് 27 into 18,000 ചെയ്യുമ്പോൾ 4,86,000 ഒക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 5,400 ആണ് കിട്ടുന്നത്. രണ്ടും കൂടി പ്ലസ് ചെയ്യുന്ന സമയത്ത് 4,91,400 ആണ് നമുക്ക് TC കിട്ടുന്നത്. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് എന്താണ്? ഇഫ് 1,200 നമ്പേഴ്സ് ആർ ഓർഡേർഡ് അറ്റ് എ ടൈം ഡിസ്കൗണ്ട് ഇസ് 2% എന്ന് പറയുന്നുണ്ട്. ഡിസ്കൗണ്ട് 2% ആണെങ്കിൽ നമ്മളുടെ 20% എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. 20 അമൗണ്ട് എത്രയാണ്? 27 ആണ്. ആ 27 നിന്ന് ഈ 2% മൈനസ് ചെയ്യുക. ബിക്കോസ് ഇത് ഡിസ്കൗണ്ട് ആണല്ലോ, അപ്പൊ 2% മൈനസ് ചെയ്തിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, സോ ഈ 20% ഈ 27 2% നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.54 എന്നുള്ളതാണ് ഇതിന്റെ പെർസെന്റേജ് വരുന്നത്, 2%. അതിന് നമ്മൾ 27 മൈനസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 26.46 എന്നുള്ളതാണ് നമ്മൾക്ക് അതിലെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ആ 26.46ന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളുടെ ഈ 20%ലെ ആ 20% കൂടി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? ഇൻറ്റു ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് ഫോർമുലയാണ്. ഓക്കെ, അതിന്റെ കൂടെ ഇൻറ്റു ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതായത് 0.2 എന്നാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അതായത് 20% എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എങ്ങനെ എടുത്ത് 20% എത്രയാണെന്ന് നോക്കി. ഇവിടെ 20% ആണ് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 100 ചെയ്യുന്ന സമയത്ത് 0.20 എന്നുള്ളതാണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ 26.46 ഇൻറ്റു 0.20 ചെയ്യുന്ന സമയത്ത് 5.292 എന്നുള്ളതാണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഇത് ഈ ആൻസറിന്റെ ആവശ്യം നമ്മൾക്ക് ഇനി വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മളുടെ TCQ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ബുക്കിൽ ഒരു ഫോർമുല പറയുന്നുണ്ട്. സോ ആ ഫോർമുല എളുപ്പമാണെങ്കിൽ അത് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഫോർമുല പറയാം, നിങ്ങൾ അത് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇതാണോ എളുപ്പം അതാണോ എളുപ്പം നോക്കുക, നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് അത് യൂസ് ചെയ്യുക. ഓക്കെ, ഇതിൽ നമ്മൾക്ക് നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല തന്നെ, അതായത് C ഡിവൈഡഡ് ബൈ Q. C എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇതിന്റെ മുന്നിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ആ C തന്നെ, അതായത് 18,000 ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ക്വാണ്ടിറ്റി ആണ്. എത്രയാണ്? 1,200 ആണ് ആ ക്വാണ്ടിറ്റി. ഇൻറ്റു O ആണ്. O എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓർഡർ ലെവലാണ് അല്ലെ. അപ്പോൾ ഓർഡർ ലെവൽ എന്ന് പറയുന്നത് 150 ആണ്. പ്ലസ് അഗെയിൻ ആ Q ആണ്. Q എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,200 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു I എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയ I ഉണ്ടല്ലോ, ആ വാല്യൂ ആണ്. അതായത് 5 പ്ലസ് D ഇൻറ്റു C എന്നുള്ളതാണ്. D എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയ ഡിസ്കൗണ്ട് എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട്, അതായത് 26.46 എന്നുള്ളതാണ്. ഇൻറ്റു 18,000. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യത്തെ ഇത് ചെയ്യുന്ന സമയത്ത് 2250 കിട്ടും. പ്ലസ് ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 3175.20 കിട്ടും. ദെൻ ഇത് രണ്ട് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് 4,76,280 ആണ് കിട്ടുന്നത്. ദെൻ ഇത് മൂന്നും പ്ലസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4,81,705
5.20 എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഫാക്ടറി ക്യാൻ അക്സെപ്റ്റ് ഡിസ്കൗണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇത് എക്സാമിന് ഇതിന് മുന്നിൽ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ സെയിം ഈ മോഡലിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. നമുക്കാണെങ്കിൽ ഇന്ന ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ദ ആനുവൽ ഡിമാൻഡ് ഫോർ ആൻ ഐറ്റം 3200 യൂണിറ്റ്, ദ യൂണിറ്റ് കോസ്റ്റ് ഇസ് ₹6 ആൻഡ് ദ ഇൻവെന്ററി ക്യാരിങ് ചാർജ് ഇസ് 25% per annum. If the cost at one procurement is ₹150, determine economic order quantity, number of order per year, time between two consecutive order, total inventory cost, the total optimal cost including purchase cost എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. ഈ 5 എണ്ണമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വരുന്നത്. ഇയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചല്ലോ. സോ √2CO ഡിവൈഡഡ് ബൈ I ചെയ്യുക. 2 into 3200. ഇവിടെ നമ്മൾക്ക് മന്ത്ലി അല്ല പറഞ്ഞിട്ടുള്ളത്, നോർമലായിട്ട് തന്നെ പറഞ്ഞിട്ട് അപ്പൊ അത് അടുത്ത് അങ്ങനെ എഴുതുക. 2 into 3200 into നമ്മൾക്ക് എത്ര പറഞ്ഞിട്ടുള്ളത്, O എന്ന് പറയുന്നത് 150 ആണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 150 ഡിവൈഡഡ് ബൈ 25% ചെയ്യുമ്പോൾ 1.5 ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 800 യൂണിറ്റ് ആണ് നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ദെൻ നമ്പർ ഓഫ് ഓർഡർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നമ്പർ ഓഫ് ഓർഡർ എന്ന് പറയുമ്പോൾ 3200 ഡിവൈഡഡ് ബൈ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച് 800 ചെയ്യുമ്പോൾ 4 ആണ് നമുക്ക് നമ്പർ ഓഫ് ഓർഡർ പെർ ഇയർ ആയിട്ട് വരുന്നത്. ദെൻ ടൈം ബിറ്റ്വീൻ ടു കൺസ്ട്രെയിൻസ് ആണ്. ടൈം ബിറ്റ്വീൻ ടു കൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ ഈ ഇതിനെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതായത് നമ്മളുടെ നമ്പർ ഓഫ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതിയത്, 3200 ഡിവൈഡഡ് ബൈ 800 എന്ന് എഴുതി. കൺസ്ട്രെയിൻസ് അതായത് കോൺസിക്യൂട്ടീവ് ഓർഡേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 800 ഡിവൈഡഡ് ബൈ 3200 ചെയ്താൽ മതി. അതായത് 1.4 ഇയർ ആണ്, അതായത് 3 months ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒപ്റ്റിമൽ ഇൻവെന്ററി കോസ്റ്റ് ആണ്. ഒപ്റ്റിമൽ ഇൻവെന്ററി കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ പഠിച്ചല്ലോ. ഒപ്റ്റിമൽ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആ ഫോർമുല ഇപ്പൊ ഞാൻ പറഞ്ഞ ഫോർമുല. ദെൻ ഒപ്റ്റിമൽ കോസ്റ്റ് ആണ്. ഒപ്റ്റിമൽ ഇൻവെന്ററി കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് 2 into അതായത് ഇപ്പൊ ഞാൻ ഫോർമുല പറഞ്ഞിട്ട് ആ ഫോർമുല തന്നെ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മളുടെ ഡയറക്റ്റ് നമ്മൾ ഫോർമുലേറ്റോട്ട് പോവുക. 2 into യൂണിറ്റ് എത്രയാണ്, 3200 ആണ്. O എന്ന് പറയുന്നത് 150 ആണ്. ഇൻറ്റു I എന്ന് പറയുന്നത് 1.5 ആണ്. റൂട്ടിൽ എഴുതുക. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1200 ആണ് നമുക്കിവിടെ വരുന്നത്. സോ ഇതിൽ കോസ്റ്റ് ഓഫ് 3200 യൂണിറ്റിന്റെ കൂടെ നമുക്ക് എന്താണ്, നമ്മൾ ഈ C into D കൂടി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ D into C എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ C into D എന്നാണ് ഇതിലുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുക നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ C into D എന്ന് പറയുമ്പോൾ 6 into 3200 ആണ്. 19200 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 19200 പ്ലസ് 1200 എന്ന് പറയുമ്പോൾ 2400 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇഒക്യൂല് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതല്ലാതെ കുറെ പ്രോബ്ലംസ് പറയുന്നുണ്ട്. സെയിം ആയിട്ടുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ചെറിയ ചെറിയ ഒരു ചേഞ്ചസ് ഉണ്ടെന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലംസ് മെയിൻ ആയിട്ട് നോക്കിയിട്ട്. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഇൻവെന്ററി കൺട്രോളിൽ വരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.